ബഹുമാന്യരായ ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് അല്പസമയം നമ്മുടെ എല്ലാവരുടെയും രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അല്പസമയം നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഭവനങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം മാത്രം ഈ മൈക്കിന്റെ ശ്രദ്ധപരിധിയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും നിങ്ങളുടെ ഭവനങ്ങളിലും എപ്പോഴുമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കുവാനാണ്, നമ്മെ ശിക്ഷിക്കുവാനല്ല. കാരണം നമ്മെ രക്ഷിക്കുവാൻ മറ്റാരും ഇല്ല. നമ്മുടെ പരാതികൾ കേൾക്കുവാൻ ആരുമില്ല. അങ്ങനെ നമ്മളുടെ പരാതികളെല്ലാം കേൾക്കുവാൻ, അതിനൊക്കെയും മറുപടി നൽകി നമ്മെ സഹായിക്കുവാനും തന്നോട് കൂടെ ഇരുത്തുവാനുമാണ് യേശു വന്നത്. യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്പോൾ പല സ്ഥലങ്ങളിലും ഇന്ന് നമുക്ക് അറിയാം, പത്രങ്ങളും മറ്റു മീഡിയകളുടെയൊക്കെ കാണാം, മതപരിവർത്തനം നടത്തുന്നു, ജനത്തെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പേരിൽ കൊല്ലുകയും അതുപോലെ തന്നെ ഏറ്റവും നീചമായ രീതിയിൽ മനുഷ്യനോട് പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ രൂപാന്തരമുണ്ടാകണം, പരിവർത്തനമുണ്ടാകണം. അപ്പോഴാണ് അതുകൊണ്ട് നമുക്കും സമൂഹത്തിനും ദൈവത്തിനും നമ്മെ കൊണ്ട് ഉപകാരമുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം വളരെയേറെ വർദ്ധിച്ചു വരുന്നു. അത് നല്ലതാണോ? ഒരിക്കലും അത് നല്ലതല്ല. എന്നാൽ അതുപയോഗിക്കുന്ന ആൾക്കാർ പിന്നെ ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചള്ളു കാര്യങ്ങളെ സ്വീകരിക്കുന്നവനാണ് മനുഷ്യൻ, അല്ലാതെ നല്ല കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ നല്ല പ്രവർത്തികൾ, നല്ല കാര്യങ്ങളെ ചെയ്യാവൂ. എങ്കിലേ ദൈവത്തിനും അതുകൊണ്ട് പ്രസാദമുള്ളൂ, മറ്റുള്ളവർക്കും അവനവനും അതുകൊണ്ട് ദോഷമൊന്നുമില്ലാതെ നന്മ മാത്രം ഉണ്ടാകുകയുള്ളൂ. അതിന് യേശു തന്നെ പറയുന്നുണ്ട്. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശു ചെയ്ത പല പ്രവർത്തികൾക്കും അവർ യേശുവിന്റെ പുറകെ നടന്നുകൊണ്ട് യേശുവിനെ പരിഹസിക്കുകയും പരാതി പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്ത് യേശു അതിനെല്ലാം അവർക്ക് തക്കതായ മറുപടികളും നൽകിയിട്ടുണ്ട്. അപ്പോൾ നന്മ മാത്രമാണ് യേശു പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സകല മനുഷ്യനും നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരും സമൂഹത്തിനും രാജ്യത്തിനും നല്ല സമ്പത്തായിരിക്കേണ്ടവരുമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രിയമുള്ളവരെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. തിരിച്ചറിഞ്ഞാൽ തന്നെയും നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാപപ്രവൃത്തി നാം ചെയ്തതിനു ശേഷം അതുകൊണ്ട് അത് അവിടെ നിർത്തുകയല്ല, അവസാനിപ്പിക്കുകയല്ല, പിന്നെയും പാപപ്രവൃത്തികളെ നാം ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ ആരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അവനിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ആത്മീയ മനുഷ്യനും ഒന്ന് പ്രാകൃത മനുഷ്യനും. ഈ പ്രാകൃത മനുഷ്യനെ സ്വയം നമുക്ക് ഒരിക്കലും പരാജയപ്പെടുത്തുവാനോ അവനെ നമ്മളിൽ നിന്ന് അകറ്റിക്കളയുവാനോ അവനില്ലാതെ മുൻപോട്ട് ജീവിക്കുവാനോ
കഴിയുകയില്ല പ്രാകൃത മനുഷ്യന്. അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യൻ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ പുരോഗതിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. അതവർക്ക് മാത്രമല്ല, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും അത്തരം അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഈ പ്രാകൃത മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ, അതിനെ പരാജയപ്പെടുത്തുവാൻ പറ്റുന്ന മറ്റൊരു മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുന്നത് കൊണ്ട് അവനിലെ പ്രാകൃത മനുഷ്യൻ മരിച്ചുപോയിരിക്കുന്നു. കാരണം അവനെ ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുകയില്ല, അതിനുള്ള ശക്തി അവനില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയും ദൈവം ആ പ്രാകൃത സ്വഭാവത്തെ നമ്മളിൽ നിന്ന് നീക്കിക്കളയുകയും നമ്മൾ നിഷ്കളങ്കരായി നല്ല മനുഷ്യരായി പരസ്പര സ്നേഹവും സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരായി നമുക്ക് അങ്ങനെയുള്ളവരായി മാറുവാൻ കഴിയും. അങ്ങനെയാണ്, അതൊക്കെയാണ് യേശുവിന്റെ ഉപദേശങ്ങൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായി മാറിയെന്ന്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ മേൽ ശക്തിയോടെ വരുമ്പോൾ നമ്മൾ വേറൊരു മനുഷ്യനാകും. പ്രാകൃത മനുഷ്യൻ നമ്മളിൽ നിന്ന് വിട്ടു മാറിപ്പോകും. ആ മനുഷ്യന് പിന്നെ നമ്മളിൽ ജീവിക്കുവാനോ ബലം പ്രാപിക്കുവാനോ കഴിയുകയില്ല. അതാണ് ഇവിടെ ഈ 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇവിടെ ഞാൻ പറയട്ടെ, മനുഷ്യൻ ജ്ഞാനത്താൽ രക്ഷ പ്രാപിക്കുന്നില്ല. ഒരു മനുഷ്യനും അവന്റെ അറിവ് കൊണ്ടോ അവന്റെ കഴിവുകൾ എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും ആ ജ്ഞാനം കൊണ്ട് അവന് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. രക്ഷ പ്രാപിക്കാത്ത ഒരു മനുഷ്യനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, പ്രാകൃത മനുഷ്യൻ. അപ്പോൾ രക്ഷ പ്രാപിക്കുന്ന മനുഷ്യനോ അവൻ ആത്മീയ മനുഷ്യനായി മാറുകയാണ്. അതാണ് ദൈവത്തിന്റെ സഹായം വേണം, ദൈവം അവനിൽ വസിക്കണം. അപ്പോഴാണ് അവൻ ആത്മീയ മനുഷ്യനായി മാറുന്നതും ദൈവികമായ എല്ലാ സ്വഭാവങ്ങളും അവനിൽ ഉണ്ടാകുന്നതും അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. അതാണ് ദൈവ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവപുരുഷൻ എന്ന് ഇവിടെ പറയുവാൻ ഇടയായിട്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഒരാത്മീയ മനുഷ്യൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ മാത്രമല്ല, അവന് 2 പൗരത്വം. ഇന്നിപ്പോൾ നമുക്ക് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കടന്നു പോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം, വിസ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രാജ്യത്ത് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യരായി, ദൈവത്തെ അനുസരിക്കുന്നവരായി, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനും ഇവിടുത്തെ ജീവിതം കൊണ്ട് അവർ അവസാനിക്കുന്നില്ല. അവർക്കൊരു വരുവാനിരിക്കുന്ന ഒരു ജീവിതമുണ്ട്, ഒരു ലോകമുണ്ട്, ഒരു രാജ്യമുണ്ട്. അവിടെ പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധനായിരിക്കണം. വിശുദ്ധനായി ജീവിച്ചെങ്കിൽ മാത്രമേ, വിശുദ്ധനായിരുന്നെങ്കിൽ മാത്രമേ അവന് ദൈവത്തോടുകൂടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പൗരത്വത്തിന്റെ കാര്യം പറയുന്നത്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിലേക്ക് അശുദ്ധനായ ഒരു മനുഷ്യന് പ്രവേശിക്കുവാൻ കഴിയുകയില്ല, അവൻ വിശുദ്ധനായിരിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജ്ഞാനത്താൽ ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുന്നില്ല, രക്ഷ പ്രാപിക്കുന്നില്ല. കാരണം ഓരോ മനുഷ്യന്റെയും ശരീരത്തുകൂടി ഒഴുകുന്ന രക്തത്തിലാണ് അവൻ പാപം ആയിരിക്കുന്നത്.
ആ പാപത്തെ ശുദ്ധീകരിക്കുവാൻ ഒരു മനുഷ്യനും സ്വയം കഴിയുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം കാൽവരിയിലെ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇതാണ് സുവിശേഷം. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചത്. യേശു ഉയർത്തെഴുന്നേറ്റത് മറ്റാരും കാണിക്കാത്ത ഏറ്റവും വലിയ അടയാളമാണ്, അത്ഭുതമാണ് ഇവിടെ യേശു ചെയ്തത്. കാരണം യേശുവിൽ വിശ്വസിച്ച് മരിച്ച ഒരു മനുഷ്യനും യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ ഇവിടെ കിടക്കുകയില്ല. ഉയർത്തെഴുന്നേറ്റവനോട് കൂടെ അവർക്കായി ഒരുക്കിയിരിക്കുന്ന ആ ദൈവിക ഭവനത്തിൽ എത്തിച്ചേരും. ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞാലും നമുക്കൊരു ജീവിതമുണ്ട്. അതായത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പ്യലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ കൂടി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം വായിക്കുന്നത്, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖം ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല എന്ന്. മനുഷ്യൻ എപ്പോഴും സന്തോഷിക്കുന്നവനായിരിക്കണം. മനുഷ്യൻ ദുഃഖിച്ചിരിക്കേണ്ടവനല്ല. മനുഷ്യന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. നാം പലപ്പോഴും പല ബന്ധനങ്ങളിലും കെട്ടപ്പെട്ടവരാണ്. എന്നാൽ ആ ബന്ധനങ്ങളിൽ നിന്നൊന്നും നമുക്ക് പൂർണ്ണമായും മോചനം ലഭിക്കുകയില്ല. ആ ബന്ധനങ്ങളിൽ നിന്നൊക്കെയും നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് പലരെയും കാണുവാൻ കഴിയും. ബെഥസ്ദ എന്ന് പറയുന്ന കുളത്തിന്റെ കരയിൽ 38 വർഷമായി തളർവാദം പിടിച്ച ഒരു രോഗി കിടന്നിരുന്നു. ആരും അവനെ സഹായിക്കുവാനില്ലായിരുന്നു. അവൻ അനാഥനായിരിക്കും. കാരണം ഒരു മനുഷ്യൻ പോലും അവനെ സഹായിച്ചിരുന്നില്ല. ഈ കുളത്തിൽ ആരിറങ്ങുന്നുവോ അവർക്കേത് അസുഖമുണ്ടെങ്കിലും അവരുടെ അസുഖം പൂർണ്ണമായും സൗഖ്യമായിട്ടാണ് അവർ ആ കുളത്തിൽ നിന്ന് കയറിപ്പോരുന്നത്. പക്ഷെ ഈ മനുഷ്യനോ സഹായിക്കുവാൻ ആരുമില്ല, നടക്കുവാനും മേല, അനങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കിടന്ന ആ മനുഷ്യൻ യേശുവോട് വന്നപ്പോൾ യേശു അവനോട് പറഞ്ഞത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. 38 വർഷം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആദ്യമായി ജീവിതത്തിൽ നടക്കുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗികളായിട്ടുള്ള പലരെയും സൗഖ്യമാക്കി. ദുഃഖവും ദാരിദ്ര്യവും വഹിച്ചുകൊണ്ട് ജീവിതം മുൻപോട്ട് നയിക്കുവാൻ കഴിയാതെ ഒരു പ്രത്യാശയുമില്ലാതിരുന്ന അനേകരെ തന്റെ അടുത്ത് വന്നു. അങ്ങനെയാണ് 5000 പേരെ 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ചവരെ തൃപ്തരാക്കി പറഞ്ഞയച്ചു. യേശുവിന്റെ അടുത്തേക്ക് ആര് വന്നാലും അവർ പൂർണ്ണമായ സന്തോഷത്തോടെ മാത്രമേ കടന്നുപോകൂ. നമ്മുടെ ഹൃദയത്തിൽ യേശു ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മളുടെയൊക്കെയും ജീവിതം അപ്രകാരം തന്നെയാണ്. ദുഃഖമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടന്നു വരികയില്ല. കാരണം നമ്മൾ പ്രത്യാശയുള്ളവരാണ്. ജീവിതത്തിൽ ഏത് ഭാരങ്ങൾക്കും ഒരു താനായി തണലായി യേശു നമ്മോട് കൂടെ നിൽക്കും. നമ്മെ യേശു സഹായിക്കും, അനുഗ്രഹിക്കും. അതിനാണ് പ്രിയമുള്ളവരെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 വയസ്സുവരെ ഇവിടെ ജീവിച്ചു. മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ കൂടി അവരുടെ വേദനകളിൽ പങ്കുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിച്ച് അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി അവരിൽ മരിച്ചവരെ ഉയർപ്പിച്ചു. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും യേശു അവരോട് കൂടെ നിന്നവരെ സഹായിച്ചു. ഇപ്പോഴും വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിക്കും.
നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന് സാധ്യമായ കാര്യങ്ങൾ ഒത്തിരി ഈ ലോകത്ത് നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ദൈവത്തിന് അതൊന്നും അസാധ്യമല്ല. അതൊക്കെയും ദൈവത്തിന് സാധ്യമാണ്. ദൈവം അതൊക്കെയും സാധ്യമാക്കി തരും. നാം ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ മകളാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്, അതെനിക്ക് നൽകണം എന്ന് ദൈവത്തോട് നാം ആവശ്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അത് ദൈവം നമുക്ക് നൽകിയിരിക്കും. അതാണ് യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസത്തിൽ നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്നതെങ്കിൽ വരുവാനിരിക്കുന്ന ലോകത്തൊരു നിത്യജീവനം കൂടി യേശു നമുക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും രോഗവും ദുഃഖവും ഒക്കെ നമ്മെ തേടി വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മോട് കൂടെയിരുന്ന് നമ്മെ ഫലപ്പെടുത്തി ഉറപ്പുള്ളവരായി ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിക്കും. ആ കർത്താവായ യേശുക്രിസ്തു ഈ കോളനിയിൽ ഈ തിരുവചനം കേട്ട സകല മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ, അവരുടെ ഭവനങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.